ഓം ശാന്തി. വാസ്തവത്തിൽ ഈ ഇമോഷൻസ് എന്ന് വെച്ചാൽ അർത്ഥം ചാർജ് കയറിയ നമ്മുടെ സങ്കല്പങ്ങൾ എന്നർത്ഥം. സങ്കല്പങ്ങളിൽ ചാർജ് പോസിറ്റീവായിട്ടും കയറാം, നെഗറ്റീവായിട്ടും കയറാം. പോസിറ്റീവായി ചാർജ് കയറുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തെ അത് വിജയത്തിലേക്ക് നയിക്കുമെങ്കിൽ നെഗറ്റീവായിട്ട് ചാർജ് കയറുന്ന സമയത്ത് അത് നമ്മുടെ ജീവിതത്തെ പരാജയത്തിൻ്റെ കെണികളിൽ കൊണ്ടുപോയി വീഴ്ത്തും എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ ഇമോഷൻസ് നമുക്ക് ആവശ്യമാണ്. ജീവിതത്തിൽ നമ്മൾ മനുഷ്യനായ ജീവിതത്തിൻ്റെ സുഖം നമുക്ക് അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ അതിൽ പോസിറ്റീവ് ഇമോഷൻസ് ഉണ്ടെങ്കിലല്ലേ. ഈ ഭാവവും ഭാവനയൊന്നും ഇല്ലെങ്കിൽ എന്ത് ജീവിതം ഉള്ളത്? എന്ത് സാധനം കഴിക്കുമ്പോഴും ആ സാധനത്തോട് നിങ്ങൾക്കുള്ളതായിരിക്കുന്ന ഭാവനയാണല്ലോ അതിൻ്റെ മഹത്വം ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ എന്ത് കഴിക്കുന്നത് എന്താ വ്യത്യാസമുള്ളത്? ഇങ്ങനെ ഏതൊരു ആക്ട് എടുത്ത് നോക്കിയാലും അതിൻ്റെ പിന്നാലെ ഒരു ഇമോഷൻ ഉണ്ടായിരിക്കും. അത് പോസിറ്റീവാണോ നമുക്കത് സുഖം തരും, നെഗറ്റീവാണോ നമ്മളെ ദുഃഖിപ്പിക്കും, അഥവാ നമ്മുടെ ഇൻ്റലിജൻസിനെ നഷ്ടപ്പെടുത്തുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിരിക്കുന്ന ഒരു ഘടകമാണ്. പലരും വിചാരിക്കുന്നത് ജീവിതത്തിൽ IQ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നാണ്. തീർച്ചയായിട്ടും IQ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് നല്ല IQ ഉണ്ടെങ്കിൽ നല്ലൊരു കമ്പനിയിൽ ജോലി നേടാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ നല്ല മാർക്ക് വാങ്ങാൻ നിങ്ങൾക്ക് സാധിക്കും. ടെസ്റ്റിൽ നല്ല മാർക്ക് വാങ്ങാൻ സാധിച്ചെന്നിരിക്കും. പക്ഷേ നിങ്ങൾക്ക് ആ ജോലി സ്ഥലത്ത് എല്ലാ ആളുകളുമായിട്ട് ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു അവസ്ഥ വന്നാൽ അവിടെ ഒന്നുകിൽ ഈഗോ ക്ലാഷ് ഉണ്ടാവുക, അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുക, അല്ലെങ്കിൽ നമുക്ക് ഒന്നിച്ച് ഫയർ ചെയ്യേണ്ട അവസ്ഥ വരിക. അങ്ങനെ ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകുമ്പോൾ പറ്റാതാവുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ അവിടെ നിന്ന് റിസൈൻ ചെയ്തേക്കാം, അഥവാ മറ്റുള്ളവർ നിങ്ങൾ ഒഴിവാക്കിയേക്കാം. അതുകൊണ്ട് IQനേക്കാൾ കൂടുതൽ ആവശ്യം ഒരു ജീവിതത്തിൽ നമുക്ക് ജീവിക്കാൻ വേണ്ടത് EQ അഥവാ നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനുള്ളതായിരിക്കുന്ന പവർ. അതാണ് ജീവിതത്തിൽ ആദ്യം ആവശ്യം. ഇമോഷൻസിനെ കുറിച്ച് പറയുമ്പോൾ 3 ടൈപ്പ് ആളുകളാണ് ലോകത്തുള്ളത്. ചില ആളുകൾ ഇമോഷൻസ് എന്താണെന്നോ ഞാൻ എവിടെയാണെന്നോ കുറിച്ച് യാതൊരു അറിവില്ലാത്തതായിരിക്കുന്ന ആളുകൾ. അവർ ഒരുപക്ഷെ ഭയങ്കര ഹാപ്പി ആയിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര സാഡായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫീലിങ്ങിൽ മുങ്ങിക്കിടക്കുന്ന ആളുകൾ. ഞാനിങ്ങനെ മുങ്ങിക്കിടക്കുകയാണ്, ഞാൻ ഇത്രമാത്രം വീക്കാണെന്ന് പോലും അറിയില്ല. ഒരു കൊച്ചു കാര്യം ഉണ്ടാകുമ്പോഴേക്കും ആകാശത്തോളം സന്തോഷിക്കും, ഒരു കുഞ്ഞു കാര്യം ഉണ്ടാകുമ്പോഴത്തേക്കും അവർ ഭൂമിയുടെ താഴത്തേക്ക് വിഷമിച്ച് പോവുകയും ചെയ്യും. അങ്ങനെയുള്ള ഇംബാലൻസ് പേഴ്സണാലിറ്റീസ്. അവർക്ക് അറിയ പോലും ഇല്ല ഞാൻ ഇങ്ങനെയാണെന്നുള്ള ഘടകം. രണ്ടാമത്തെ ഒരു കൂട്ടർ എൻ്റെ ഇമോഷൻസ് മോശമാണോ എന്ന് ചോദിച്ചാൽ മോശമാണ് എന്നവർക്കറിയാം. പക്ഷേ അതിനെ മാനേജ് ചെയ്യാനോ അതിൽ നിന്ന് ഞാനിങ്ങനെ താഴ്ന്നു പോകുന്നൊരവസ്ഥയിലായി എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഞാൻ പോവുകയാണല്ലോ, എങ്ങനെയാണ് കര കയറേണ്ടത് എന്ന് അറിയാത്തത് കൊണ്ട് അതിൽ തന്നെ വീണ്ടും 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 വീണു പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ. മൂന്നാമത്തെ ഒരു വിഭാഗം ആളുകൾ എൻ്റെ ഇമോഷൻസ് എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്വയം അവനവൻ്റെ ഇമോഷൻസിനെ അറിഞ്ഞ് അതിനെ കൺട്രോൾ ചെയ്യുന്നതായിട്ടുള്ള ആളുകൾ, അതിൽ നിന്ന് നെഗറ്റീവിനെ പോസിറ്റീവിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ആളുകൾ. ഇത് മൂന്നാമത്തെ രൂപത്തിലേക്ക് മാറേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിനാദ്യം ആവശ്യം എന്താണെന്ന് വെച്ചാൽ, ഒരാളിപ്പോൾ നിങ്ങളുടെ മാർക്ക് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഇത്ര മാർക്ക് കിട്ടിയത് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. പക്ഷേ ഈ സമയം എൻ്റെ മനസ്സിൽ കടന്നു പോകുന്ന വികാരങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം കണ്ടെത്താൻ നമുക്ക് പ്രയാസമായിരിക്കും. ആദ്യം നമ്മളെ അറിയാൻ നമുക്ക് പറ്റണം. ഞാൻ ആരെന്ന് മനസ്സിലാക്കാൻ പറ്റണം. എൻ്റെ ഐഡൻറ്റിറ്റി എന്തെന്ന് എനിക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കണം. എനിക്ക് ആരുമായിട്ടൊക്കെ റിലേഷൻസ് അറിയാൻ പറ്റണം. ഈ ലോകത്ത് ഞാൻ ജീവിക്കുന്ന ലക്ഷ്യം എന്തെന്ന് എനിക്കറിയാൻ പറ്റണം. ഇതൊക്കെ വിശദമായിട്ട് പഠിക്കേണ്ടതായിട്ടുള്ള സബ്ജക്ട്സാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് തൊട്ടടുത്ത ബ്രഹ്മകുമാരി സെൻറ്ററിൽ പോവുകയാണെങ്കിൽ അവിടുത്തെ ക്ലാസ്സുകളിൽ നിങ്ങളുടെ റിയൽ ഐഡൻറ്റിറ്റി എന്താണ്, ഈ ജീവിതത്തിൻ്റെ എയിം എന്താണ്, അഥവാ നിങ്ങൾക്ക് എയിം എങ്ങനെ നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും, എവിടെ നിന്ന് നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടും, എല്ലാ സ്രോതസ്സും നിങ്ങൾക്ക് അവിടെ ഓപ്പൺ ആയിട്ട് കിട്ടും. അതുകൊണ്ട് കഴിയുമെങ്കിൽ തൊട്ടടുത്ത ബ്രഹ്മകുമാരി സെൻറ്ററിൽ വിത്തൗട്ട് ഫീ ആണ് പോവണം, പഠിക്കണം. ഈ ചാൻസ് മിസ് ചെയ്യരുത്. രണ്ടാമത്തെ ഘടകം, ആദ്യം നമ്മൾ എന്താണ് എൻ്റെ ഇമോഷൻസ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് മുഖ്യമായിരിക്കുന്ന ഇമോഷൻസിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്ന് മനസ്സിലാക്കുക. 2 ടൈപ്പ് ഇമോഷൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, നെഗറ്റീവ് ഇമോഷൻസ് ആൻഡ് പോസിറ്റീവ് ഇമോഷൻസ്. നെഗറ്റീവ് ഇമോഷൻസിൽ മെയിനായിട്ടും നമുക്ക് കഷ്ടപ്പാടുണ്ടാക്കുന്ന 2 സാധനങ്ങളാണ്. ഒന്നുകിൽ ദേഷ്യം, അല്ലെങ്കിൽ സങ്കടം. ദേഷ്യപ്പെടാൻ പറ്റുന്ന സ്ഥലത്ത് മനുഷ്യന്മാർ ദേഷ്യപ്പെടും, ദേഷ്യപ്പെടാൻ പറ്റാത്ത സ്ഥലത്ത് സങ്കടമായിട്ട് അതങ്ങ് പുറത്തേക്ക് പ്രവഹിക്കാൻ തുടങ്ങും. അപ്പം അതുകൊണ്ട് അവനവൻ്റെ ഉള്ളിൽ ദേഷ്യം ഉണ്ടാവുന്ന സമയത്ത് ആ ദേഷ്യത്തിന് അതിജീവിക്കത്തക്ക രീതിയിലുള്ള
കുറേ ടെക്നിക്കുണ്ട്. ചില പ്രാണായാമങ്ങൾ, ചില വായുവിൻ്റെ കൺട്രോളിങ്ങിലൂടെ ചെയ്യുന്ന ടെക്നിക്കുകൾ, അല്ലെങ്കിൽ കത്തെഴുതി വെക്കുക. ഞാൻ പല വീഡിയോസും എങ്ങനെയാണ് ദേഷ്യം ഇല്ലാണ്ടാക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്നും ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എന്നാലും ഒരു കാര്യം ഉറപ്പാണ്, തീർച്ചയായും നമ്മുടെ മേലെ ദേഷ്യം വരുന്ന സമയത്ത് അതിന് സാരമില്ല അങ്ങനെ ഉണ്ടായതുകൊണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞ് നമ്മുടെ വണ്ടി ടയർ പഞ്ചറായപ്പോൾ ഓൺ ദ വേയിൽ നമുക്ക് ലേറ്റായി, വണ്ടി കഷ്ടപ്പെട്ടൊരു സ്ഥലത്ത് കൊണ്ടെത്തിക്കേണ്ടി വന്നു. അവിടെ നിന്ന് എവിടെ നിന്നൊക്കെയോ ആൾക്കാരെ വിളിച്ചു കൊണ്ടുവന്ന് വണ്ടി നന്നാക്കേണ്ടി വന്നു. പക്ഷേ ആ നിൽക്കുന്ന സമയത്ത് അവിടെ ആ ലൊക്കാലിറ്റി ഉണ്ടായിരുന്ന ആളുകളുടെ സപ്പോർട്ട്, അഥവാ അതിൽ പോകുന്ന ആളുകളുടെ സപ്പോർട്ട്, ആ മനുഷ്യത്വത്തിൻ്റെ ആ ഒരു സുഖം അനുഭവിക്കാൻ പറ്റുന്നൊരു നിമിഷമല്ലേ. അങ്ങനെയൊന്ന് ആലോചിച്ചാൽ ആ ഒരു പാഠം തന്നെ ആ ഒരു മോശമായ സാഹചര്യത്തിന് അതിജീവിക്കാൻ നമുക്കുള്ള ശക്തിയാണ്. അഥവാ നമ്മളൊന്ന് വീണിട്ട് കാലൊടിഞ്ഞിരിക്കുക എന്ന് വിചാരിക്കൂ. എന്നാൽ ആ സമയത്ത് കിട്ടാവുന്നിടത്തോളം ബുക്സ് വാങ്ങി വായിക്കാൻ, എല്ലാവരും വരുന്നവരോട് നന്നായി പെരുമാറാൻ, നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്യാൻ, വായിക്കാൻ, പഠിക്കാൻ, സെൽഫ് അനലൈസ് ചെയ്യാൻ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ മോശമായിട്ടുണ്ടായാൽ അതിനൊക്കെ നന്നായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് അതിജീവിക്കാൻ, മോശമായതിൽ നിന്ന് നല്ലതിനെ കാണാനുള്ളതായിട്ടുള്ള ഒരു പഠനം നമ്മൾ കൊണ്ടുവന്നാൽ അത് നിങ്ങൾക്ക് എളുപ്പമാണ്. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ക്രോധത്തിന് മേലെ നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ, സങ്കടം. പലപ്പോഴും ലൈഫിൽ ഒരു തകർച്ച ഉണ്ടാകുമ്പോഴാണല്ലോ സങ്കടം നമ്മുടെ ലൈഫിൽ വരിക. ഒരു ബ്രേക്കപ്പ് ഉണ്ടായി എന്ന് വിചാരിക്കുക, സങ്കടം സഹിക്കാൻ സാധിക്കുന്നുണ്ടാവില്ല. ഒരു പരീക്ഷയിൽ തോറ്റുപോയി എന്ന് വിചാരിക്കുക, സങ്കടം സഹിക്കാനാവുന്നുണ്ടാവില്ല. നമ്മുടെ ജീവിതത്തിൽ വേണ്ടപ്പെട്ട ആരെങ്കിലും നമ്മുടെ അടുത്ത് നിന്ന് വേർപിരിഞ്ഞു പോയി എന്ന് വിചാരിക്കുക, അവിടെയും സങ്കടം സഹിക്കാനാവാത്ത അവസ്ഥ വരും. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ആ സങ്കടം കൊണ്ട് അവരെ അങ്ങ് പൊതിയാണ് ചെയ്യുക. അവിടെ റൂമിൻ്റെ ഉള്ളിൽ നിന്നൊന്ന് പുറത്തിറങ്ങാൻ പോലും, ഈവൻ ഒന്ന് മാറിയിരിക്കാനുള്ള മനസ്സ് പോലും അവർക്ക് ഉണ്ടാവില്ല. അപ്പോൾ അത്തരം സന്ദർഭത്തിൽ നമ്മൾ സ്വയം ചെയ്യേണ്ടത് നമ്മുടെ ഇച്ഛാശക്തിയുടെ മാക്സിമം ഫോഴ്സ് ഉപയോഗിച്ച് ഒന്നും പറ്റിയില്ലെങ്കിൽ ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി നടക്കാനുള്ളൊരു മനസ്സ് കാണിക്കുക. കുറച്ച് അതിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കും. ഏതെങ്കിലും ഒരു 2 വരിയെങ്കിലും നല്ല ബുക്കിൽ നിന്ന് സെലക്ട് ചെയ്തെടുത്ത് വായിക്കാൻ നോക്കുക. മനസ്സിലെ ഫീലിങ്ങിനെ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും. എന്തെങ്കിലും ഒരു ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് നോക്കുക. ഈ കാര്യത്തൊന്ന് മറക്കാൻ നമുക്ക് സാധിക്കും. ഇങ്ങനെ സ്വയം എന്തെങ്കിലും കുറച്ച് സമയത്തേക്ക് ആ കാര്യത്തിനൊന്ന് മാറി നിൽക്കാനുള്ളൊരു പോംവഴി കണ്ടെത്തിയാൽ ആ ദുഃഖത്തിന് തത്സമയം നമുക്കൊന്ന് മാനേജ് ചെയ്യാൻ പറ്റും. ഒരിക്കൽ ആ കസേരയിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയ, അഥവാ സങ്കടത്തിൽ നിന്ന് മാറി നിൽക്കാൻ നിങ്ങൾക്ക് പറ്റിയ, പതുക്കെ അതിനെ ഓവർകം ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ അത് നമ്മളെ അങ്ങ് വിഴുങ്ങിപ്പോവും. അതുകൊണ്ട് ദുഃഖം വന്നാലും ക്രോധം വന്നാലും രണ്ടിലും ഈ രീതിയിലൂടെ നിങ്ങൾ അതിനെ ഓവർകം ചെയ്യാനായിട്ട് നോക്കണം. പിന്നെ 2 പോസിറ്റീവ് ഇമോഷൻസ് നമുക്കുള്ളത്, ഒന്ന് ഹോപ്പ്, മറ്റൊന്ന് ഒപ്റ്റിമിസം എന്ന് പറയാം. ആശ. ഒരു മനുഷ്യനെ ജീവിക്കുന്നതിൻ്റെ ആധാരം തന്നെ ആശയാണ്. ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതായിരിക്കുന്ന ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഒരു മനുഷ്യൻ്റെ ആശ തന്നെയാണ്. അതുകൊണ്ട് ആശ എന്ന് പറയുന്ന ഒരു വലിയ പോസിറ്റീവായിരിക്കുന്ന ഒരു വികാരമാണ്, ഒരു ഫീലിംഗ് ആണ്, ഒരു അനുഭൂതിയാണ്. ആ അനുഭൂതിനെ നിലവിട്ട് പറക്കാൻ അനുവദിക്കാതെ നമ്മുടെ റിയലിസ്റ്റിക് ആയിരിക്കുന്ന ഗോളുകൾ സെറ്റ് ചെയ്യുകയും ആ ഗോൾ നേടാൻ വേണ്ടിയുള്ളതായിട്ടുള്ള കഠിനാധ്വാനത്തിലേക്ക് മാറ്റുകയും ചെയ്താൽ എന്തൊക്കെ തന്നെ താഴെ നഷ്ടങ്ങൾ ഉണ്ടായാലും, കൊച്ചു കാര്യങ്ങൾ ഉണ്ടായാലും, ആ ഒരു വലിയ ലക്ഷ്യം നേടാൻ വേണ്ടിയുള്ളതായിരിക്കുന്ന എനർജി നിങ്ങളുള്ളിലുണ്ടെങ്കിൽ അത് സ്വാഭാവികമായും നിങ്ങളെ ആ പ്രശ്നങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. അതിനെന്ത് വേണം? ദിവസവും നമുക്ക് കാണാൻ പറ്റണം. നമ്മൾ ദീർഘദൂര നീന്തൽക്കാരിയായിരുന്ന ഫ്ലോറിൻ ഷാഡ്വിക്കിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. കാലിഫോർണിയൻ തീരം കാണാൻ സാധിച്ച നിമിഷം അവർക്ക് അതുവരെയുള്ളതായിരിക്കുന്ന എല്ലാ ക്ഷീണവും മറന്നുകൊണ്ട് അതിലേക്ക് എത്തിച്ചേർന്നുവെന്നും, ആദ്യത്തെ അറ്റംപ്റ്റിലെ കാലിഫോർണിയൻ തീരത്ത് മൂടൽ മഞ്ഞ് മൂടിയതുകൊണ്ട്, ലക്ഷ്യം കാണാൻ പറ്റാത്തതുകൊണ്ട് അതിലേക്ക് അവർക്ക് എത്താൻ സാധിച്ചില്ല എന്നുള്ളതും. ആശ വെറും ആശ മാത്രമാക്കി വെക്കരുത്. ഒരു വിഷൻ സെറ്റ് ചെയ്തുകൊണ്ട് അതിന് ദിവസവും കാണുക. ഒരു ദിവസം പലതവണ കാണുക. ജീവിതത്തിൽ ചെന്നെടുക്കേണ്ട തീരത്തെ പലതവണ കാണുമെങ്കിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് നമ്മളെ പോസിറ്റീവായിട്ടുള്ള ലക്ഷ്യത്തിലെത്തിക്കാൻ അത് സഹായിക്കും. രണ്ടാമത്തെ കാര്യം ഒപ്റ്റിമിസം. എന്ത് സംഭവിച്ചാലും അതിലൊന്നും നല്ലതില്ലാത്തൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കില്ല. ഒന്നില്ലെങ്കിൽ അതിൽ നിന്ന് ഇങ്ങനെ ചെയ്താൽ തോറ്റുപോകും, അതുകൊണ്ട് ഇനി അങ്ങനെ ചെയ്യരുത് എന്നതായിരിക്കുന്നൊരു പോസിറ്റീവ് പാഠമെങ്കിലും എല്ലാവരും അവനവൻ്റെ ജീവിതത്തിൽ സ്വന്തമാക്കിയിരിക്കും. അതുകൊണ്ട് ആ 4 കാര്യങ്ങളെ, 2 പോസിറ്റീവായിട്ടുള്ള ഇമോഷൻസിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം, ഡെവലപ്പ് ചെയ്യണം. നെഗറ്റീവായിട്ടുള്ളതിനെ ഒഴിവാക്കണം. അടുത്ത പോയിൻ്റ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്, നമ്മുടെ ഇമോഷൻസിനെ മനസ്സിലാക്കുന്നതിനൊപ്പം നമുക്ക് മറ്റുള്ളവരുടെ ഇമോഷൻസിനെ മനസ്സിലാക്കാൻ പറ്റണം. മറ്റുള്ളവരുടെ ഇമോഷൻസിനെ കുറിച്ച് പറയുമ്പോൾ 2 ഫീലിങ്സാണ്. ഒന്ന് സിമ്പതി, മറ്റൊന്ന് എമ്പതി. ഇത് രണ്ടും പലപ്പോഴും പലരും തെറ്റിദ്ധരിക്കാറുള്ളതായിട്ടൊരു പദങ്ങളാണ്. സിമ്പതി മീൻസ് എനിക്ക് മറ്റുള്ളവരൊരു വിഷമം കാണുമ്പോൾ അത് അയ്യോ കഷ്ടമായിപ്പോയി എന്ന് പറയുമല്ലോ. പലരും പറയും എന്നെക്കൊണ്ട് ആ സിമ്പതി കേൾക്കാനാണ് പറ്റാത്തത് എന്ന് വെച്ചാൽ വന്ന്
അയ്യോ മോളെ നിനക്ക് ഇങ്ങനെയായോ, അയ്യോ മോനെ നിൻ്റെ ജീവിതം ഇങ്ങനെയായോ, അയ്യോ എന്ത് നല്ല കുട്ടിയാ, നീ പരീക്ഷ തോറ്റുപോയോ. ഇത് ഒരിക്കലും മറ്റൊരാൾക്ക് സുഖം കൊടുക്കില്ല. ആ സിമ്പതി ആ വേദനിപ്പിക്കുന്നവൻ്റെ വേദനേനെ കൂട്ടുകയുള്ളൂ, ഇറിറ്റേറ്റ് ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് സിമ്പതി നമ്മുടെ ഹൃദയത്തിൽ തോന്നുന്നുണ്ടെങ്കിൽ അതിനെ എംപതിയിലേക്ക് മാറ്റണം. എംപതി എന്ന് വെച്ചാൽ എന്താ അർത്ഥം? നമ്മുടെ കൂടെയുള്ളവരുടെ എല്ലാ ഫീലിങ്സും എല്ലാ ഇമോഷൻസും മനസ്സിലാക്കാനുള്ള നിങ്ങളുടെ കപ്പാസിറ്റി. അവരുടെ ഹാപ്പിനെസ് ആണെങ്കിൽ അതും മനസ്സിലാക്കാൻ പറ്റും, അവരുടെ ദുഃഖമാണെങ്കിൽ അതും മനസ്സിലാക്കാൻ പറ്റും, ഇറിറ്റേഷൻ ആണെങ്കിൽ അതും മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ കൂടെയുള്ളവരുടെ മനസ്സിൻ്റെ മനോഭാവങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു മനുഷ്യൻ്റെ കഴിവിൻ്റെ പേരാണ് എംപതി എന്ന് പറയുന്നത്. അത് തീർച്ചയായും വളർത്തിയെടുക്കേണ്ടതാണ്. സ്വാഭാവികമായിട്ടും നമ്മളുടേതെന്ന് ഞാൻ വിചാരിക്കുന്ന ആളുകളുടെയൊക്കെ എല്ലാ ഫീലിങ്സും മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറാവും. അതുകൊണ്ട് നിങ്ങൾ എംപതി ഉള്ള ഒരു മനുഷ്യനെന്ന് പറയാൻ പറ്റില്ല. എംപതി ഉള്ള ഒരു മനുഷ്യനാണെങ്കിൽ നിങ്ങൾക്ക് എതിർത്ത് നിൽക്കുന്ന നിങ്ങളുടെ ശത്രു അഥവാ നിങ്ങളോട് ഇഷ്ടമില്ലാത്ത ഒരാൾക്ക്, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾക്ക് അയാളുടെ ഫീലിങ്സ് കൂടി മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കുമ്പോഴാണ് യഥാർത്ഥമായിരിക്കുന്ന എംപതി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത്തരം പോയിന്റ്സ് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ഒന്നുകൂടെ അതിലെ പോയിന്റ്സ് ഒക്കെ എടുത്ത് പറയുകയാണ്. ഒന്നാമത്തെ കാര്യം, ഇമോഷൻസ് എന്തെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ആ 3 കാറ്റഗറി പറഞ്ഞു. അതിൽ നമുക്ക് നമ്മുടെ ഇമോഷൻസിനെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ മാറ്റാൻ പറ്റുന്നവരായിരിക്കണം. പിന്നെ നമ്മുടെ ഇമോഷൻസിൽ പോസിറ്റീവായിരിക്കുന്ന 2 ഇമോഷൻസ്, നെഗറ്റീവായിട്ടുള്ളത്. പോസിറ്റീവായിട്ടുള്ള ഹോപ്പ് ആൻഡ് ഒപ്റ്റിമിസം രണ്ടും ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കണം. നെഗറ്റീവായിട്ടുള്ള സാഡ്നെസ് ആൻഡ് ആങ്കർ രണ്ടും നമുക്ക് ഇല്ലാതാക്കാൻ നോക്കണം. പിന്നെ അടുത്തത് മറ്റുള്ളവരുടെ ഇമോഷൻസിനെ കൂടെ മനസ്സിലാക്കണം. അതിൽ എംപതിയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്, സിമ്പതി അല്ല. അതുകൊണ്ട് എംപതി ഡെവലപ്പ് ചെയ്യണം. സിമ്പതി മനസ്സിൽ തോന്നിയാൽ പോലും അവർക്ക് അങ്ങനെ ആയിപ്പോയല്ലോ എന്ന് വിഷമം തോന്നി പ്രകടിപ്പിക്കാൻ പാടില്ലാത്തൊരു വികാരമാണ് സിമ്പതി എന്ന് പറയും ഞാൻ. അല്ലെങ്കിൽ പോസിറ്റീവ് വേയിൽ മോൻ എന്താ ഹെൽപ്പ് വേണ്ടതെന്ന് ചോദിക്കും, അപ്പോൾ അത് എംപതിയിലേക്ക് പരിവർത്തനം ആയിക്കോളും. അതുകൊണ്ട് പോസിറ്റീവായിരിക്കുന്ന ഫീലിങ്സ് ഡെവലപ്പ് ചെയ്ത് നെഗറ്റീവ് ഇമോഷൻസിൻ്റെ മേലെ കൺട്രോൾ ചെയ്തുകൊണ്ട് ഒരു സ്ട്രോങ് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.